വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. ഒരുപാട് ദിവസങ്ങളായിട്ട് വീണ ചേച്ചി കുക്കിംഗ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പൊ ആ പരാതി ഒന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീട് താമസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ കുക്കിംഗ് ഒന്നും ഇടാതിരുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറുപയർ സാലഡാണ്. സാലഡ് എന്നും പറയാം, അതിന് എന്താ തോരന്ന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. കറിവേപ്പില, പച്ചമുളക്, സവാള, തക്കാളി, ചെറുപയർ, പിന്നെ ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു അല്പം മാത്രം ഇഞ്ചി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ അല്പം ബട്ടറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. സോൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. ബട്ടർ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടർ ഇതാ മെൽറ്റായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സവാള, ചെറിയ സവാളയുടെ പകുതി ഭാഗം മാത്രം മതി. അതും ഇതുപോലെ അരിയണം കേട്ടോ. കുറച്ചൊന്ന് വലുതാക്കി അരിഞ്ഞോളൂ. അപ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് അളവിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു 1 കപ്പ് അളവിലൊക്കെ. ജാൻ ചേട്ടൻ ഷൂട്ട് ചെയ്തു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ടായി പോയി, സൗണ്ട് ഉണ്ടായില്ല. അപ്പോൾ ഇത് രണ്ടാമത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അതിലോട്ട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പച്ചമുളക് എരിവനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു അല്പം ഇഞ്ചി, ഒരു നുള്ളെന്ന് തുടങ്ങിയപ്പോൾ അതുപോലെ മാത്രം മതി കേട്ടോ. ഇഞ്ചിയൊന്നും അധികം ആവാൻ പാടില്ല. പിന്നെ ഈ ചെറുപയർ കഴിക്കുന്ന ചിലർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആവാം. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ചെറുപയർ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വിസിലടിച്ചില്ല, ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ് കുക്കറിൽ. അതിനുശേഷം വെള്ളം വറ്റി ചേർത്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ. ഒരുപാട് ചെറുപയർ വെന്തുടയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ ഈ സവാളയാണെങ്കിലും ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല, ക്രഞ്ചി ആയിരിക്കണം. അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലോട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ചെറുപയറിൽ, എങ്കിൽ പോലും ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം. അതേസമയം തക്കാളി താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിൽ കുക്കിംഗ് ചെയ്തിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പോൾ സമയം കിട്ടിയില്ല, അതാണ് സത്യം. സെയിം റെസിപ്പി നമുക്ക് ചെറുപയറിന് പകരമായിട്ട് മുതിര വെച്ചിട്ടോ കടല വെച്ചിട്ടോ അതുപോലെ തന്നെ വൻപയർ വെച്ചിട്ടോ ചെയ്യാം. ഇതിലോട്ട് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം ഇല്ല എങ്കിൽ പോലും അല്പം ഉള്ള ഒരു നനവോ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില നമ്മൾ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ്. ഇത്രയുള്ള പരിപാടി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ കഞ്ഞീരെ കൂടെ കഴിക്കാം. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അല്പം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനൊന്ന് രുചി നോക്കട്ടെ കേട്ടോ. ഞാൻ വയർത്തുകൊണ്ടിരിക്കുക. ഇവിടെ AC ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ട്. ഇപ്പോൾ കറക്റ്റാണ്. എല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി വന്ന കഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് നമ്മുടെ തൈക്കാട്ടുശ്ശേരി മനയിൽ പോയപ്പോൾ, തൈക്കാട്ടുശ്ശേരി മനയുടെ ക്ലിനിക്കാണ് വൈദ്യരത്നം ഔഷധശാല. അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നു, കണ്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് കുറേ ഡോക്ടേഴ്സ് അവരായിട്ട് സംസാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിലത്തെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ കൂടി ഉണ്ടായിരുന്ന ഒരു സാലഡായിരുന്നു ഇത്. അപ്പോൾ ജാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഡോക്ടർ സജിനിയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ അവിടുത്തെ ക്യാൻറ്റീനിലത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ റെസിപ്പിയാണത്. അപ്പോൾ എന്താ പറയുക, വളരെ ഈസിയാണ് ചെയ്യാൻ, അതേസമയം നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ചെറുപയർ, മുതിര, കടല, പരിപ്പ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്. പ്രത്യേകിച്ചും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുന്നുണ്ട്. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ പൾസസ് വേണമല്ലോ. അപ്പോൾ ഇത് വെച്ചാൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റി, കഴിക്കാനും സ്വാദുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നും, മാത്രമല്ല കർക്കിടക മാസം തീരാറായി. അപ്പോൾ ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു പുതിയ വീട്ടിൽ നിന്ന് തുടക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു റെസിപ്പി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുപയറിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ചും എല്ലാ പയറുവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റാണ് ചെറുപയർ. അതുകൊണ്ടാണ് കുട്ടികൾക്ക് കഞ്ഞിയും പയറും കൊടുക്കുന്നത് സ്കൂളിൽ, അല്ലേ? ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുപയർ മാക്സിമം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ സജിനിക്കും നമ്മുടെ ക്യാൻറ്റീനിലത്തെ ചേട്ടനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ഈ ഡിഷ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഈ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് ജാൻ ചേട്ടൻ നാളെ പോവുകയാണ്. നമുക്ക് പുതിയൊരു ക്യാമറമാൻ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്